ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4-ന്റെ അകത്തിലെ 7ാമത്തെ എപ്പിസോഡാണ്. സോ ബാക്കി എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേ ലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ പോയി കാണുക. സോ ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കാണിക്കുന്നത് നമ്മുടെ സെനിച്ചുവിന്റെ കിളി എന്തോ ഒരു കത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആ കല്ല് നീക്കുന്ന നമ്മുടെ താൻസറോനെയാണ്. ഒരുപാട് ശ്രമിച്ചിട്ട് അവൻ ഫൈനലി ആ കല്ല് നീക്കുന്നു. കണ്ടിട്ട് നമ്മുടെ സെനിറ്റ്സു അതുപോലെ നീനോസ്കി ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതുപോലത്തെ ഒരു ചാൻസ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് ഈ കല്ല് എങ്ങനെയെങ്കിലും നീക്കുമെന്ന് നമ്മുടെ താൻസറോ പറയുകയാണ്. ഇവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി ഓടിപ്പോയിട്ട് ആ കല്ല് തള്ളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ട് നമ്മുടെ ഇനോസ്കി അതുപോലെ തന്നെ ആ കല്ല് അങ്ങ് നീക്കുകയാണ്. ഇവനും ആ കല്ല് നീക്കിയോ? അയ്യോ, ഇനി ഞാൻ മാത്രമേ ഉള്ളല്ലോ, ഇനി ഞാനെന്തോ ചെയ്യാൻ അത് പറഞ്ഞ് സെനിറ്റ്സു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ സെനിറ്റ്സുവിന്റെ കിളി ആ ലെറ്ററും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. ഇതെന്തുവാ, ലെറ്റർ ആണോ എന്ന് നമ്മുടെ സെനിറ്റ്സു വിചാരിക്കുന്നു. അയ്യോ, അങ്ങനെ ഫൈനലി ഞാൻ സ്റ്റോൺ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് സ്ട്രെങ്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ കല്ല് നീക്കിയത് കൊണ്ട് തന്നെ അവന്റെ ശരീരത്തുള്ള എല്ലാ വെള്ളം അവസാനിച്ചിരിക്കുന്നു. ഇനി അവന് വെള്ളം കിട്ടാതെ അവിടെ നനങ്ങാൻ പോലും പറ്റത്തില്ല. സെനിറ്റ്സു, ഇനോസുകെ, മുറാട്ട, ആരെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരണേന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസറോ. സമയം തന്നെ പെട്ടെന്ന് നമ്മുടെ താൻസറോയുടെ മുഖത്തോട്ടോ ആരോ വെള്ളം ഒഴിക്കുന്നു. ആരാടാ ആ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ സ്റ്റോൺ ഹാച്ചറാണ്. അവിടെ ഇരുന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്റ്റോൺ ഹാച്ചറോട് നമ്മുടെ താൻസറോ താങ്ക് യു എന്ന് പറയുകയാണ്. കേട്ടുകൊണ്ട് നമ്മുടെ സ്റ്റോൺ ഹാച്ചർ അവന്റെ അണ്ണാക്കിലോട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നീ ആ സോട്ട് സ്മിത്ത് വില്ലേജ് ആർക്കിൽ നടന്ന സംഭവത്തിൽ നീ നിന്റെ സിസ്റ്ററിനെ കാട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവിടെയുള്ള ആൾക്കാർക്കാണ്. കേട്ടപ്പോ തൊട്ട് എനിക്ക് നിന്നോട് നല്ല രീതിയിലുള്ള റെസ്പെക്ട് തോന്നി. അത് മാത്രമല്ല താൻസറോ, നീ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സോട്ട്സ്മാൻ ആണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനൊന്നുമല്ല സംഭവം. ഞാനല്ല ഡിസിഷൻ എടുത്തത്, എന്നോട് നെസ്കോ ആണ് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അത് മാത്രമല്ല അവരുടെ രണ്ടുപേരുടെ പുറകെ ഡീമൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെ രക്ഷിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരുപാടധികം റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ താൻസറോ പറയുന്നു. കുട്ടികളെപ്പറ്റി സ്വാർത്ഥരും നിഷ്കളങ്കരുമാണ്. അവർ പെട്ടെന്ന് തന്നെ കള്ളം പറയും. പക്ഷേ അവരിൽ നിന്നൊക്കെ ഇവൻ വ്യത്യസ്തനാണ് എന്ന് നമ്മുടെ ഹാച്ചർ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇനി ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നല്ല പാതകൾ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. അതിലെന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എപ്പോഴും എന്തൊക്കെ സംഭവിച്ചാലും എന്നെ രക്ഷിക്കാൻ കുറെ ആൾക്കാർ കാണും. അത് അവർക്കും ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. എന്നെ രക്ഷിക്കാൻ എപ്പോഴും കുറെ ആൾക്കാർ കാണും എന്ന് നമ്മുടെ താൻസറോ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒരുപാടധികം റെസ്പെക്ട് ചെയ്യേണ്ട. പിന്നെ എനിക്ക് ഈ തന്ന വെള്ളത്തിനും അതുപോലെ തന്നെ നിന്റെ ട്രെയിനിങ്ങിനും വളരെയധികം നന്ദിയുണ്ട്. ഇത് കാരണം ഞാൻ ഒരുപാടധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ആദ്യഘട്ടപ്പം എനിക്കിതിൻ്റെ പേരിൽ ഒരുപാടധികം ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അതെല്ലാം മാറി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്തിരിക്കും. പക്ഷെ എന്തിനു വേണ്ടി? ഈ ഒരു ചെറിയ കാരണം കൊണ്ടാണോ? ഒരുപാടധികം കാലങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരുപാടധികം കുട്ടികളെ ഞാൻ നോക്കുമായിരുന്നു. അവരും ഞാനും വളരെയധികം സന്തോഷത്തോടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു, കുടുംബമൊന്നുമില്ലാത്ത കുട്ടികൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു രാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്ന് പറഞ്ഞ റൂള് തെറ്റിച്ചുകൊണ്ട് തന്നെ ഒരു കുട്ടി വെളിയിൽ പോകുന്നു. ആ കുട്ടിയുടെ പുറകെ ഒരു ഡീമൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് ആ കുട്ടി വളരെയധികം പേടിച്ചു പോയി. ആ പയ്യൻ അവനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ കൂടെയുള്ളവരെ ചതിച്ചു. ഇനി ആ ഡീമൻ ഇവനെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ കത്തിച്ചു വെച്ചിരുന്ന എല്ലാ വിസ്തീരെ അവൻ അടച്ചു കളഞ്ഞു. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ വീട്ടിനകത്തോട്ട് കയറി വന്ന ആ ഡീമൻ ഉറങ്ങിക്കൊണ്ടിരുന്ന കുറെ കുട്ടികളെ ആദ്യം തന്നെ കൊന്നു കളഞ്ഞു. എനിക്ക് വന്നേരം അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ബാക്കി വന്ന ആ 4 കുട്ടികളെ എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കണ്ണു കാണാത്ത ഞാൻ എങ്ങനെ രക്ഷിക്കുമെന്ന് വിചാരിച്ചായിരിക്കും അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ആ 4 കുട്ടികളെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ ഡീമൻ അങ്ങ് കൊന്നു കളഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എൻ്റെ പുറകെ സായോ എന്ന് പറഞ്ഞൊരു കൊച്ചു പെൺകുട്ടി ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നേരം ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡീമനെ ഓടിപ്പോയിട്ട് അടിച്ച് തറയിലിട്ടു. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ ഇത്രയധികം ശക്തിയുണ്ടെന്ന്. രാവിലെ ആകുന്നിടം വരെ ഞാൻ
എന്നാൽ ആ ഡീമനെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ അടിച്ചടിച്ചടിച്ചടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഞാൻ തന്നെ എന്റെ ശക്തി കണ്ടിട്ടൊന്നും പേടിച്ചു പോയി. സമയം രാവിലെയായി. സൂര്യവട്ടം അടിച്ചിട്ട് ആ ഡീമൻ അവിടെ നിന്ന് ഭസ്മമായിട്ട് പോയി. സമയം രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാർ ആ കൊച്ചു പെൺകുട്ടിയോട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വന്ന് ചോദിച്ചു. കൊച്ചു പെൺകുട്ടി എന്നെ നോക്കിയിട്ട് പറയുകയാണ്, ഇയാളൊരു മോൺസ്റ്ററാ, ഇയാളാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഒരു ദയവില്ലാതെ കൊന്നു കളഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജോർന്ന് ഞെട്ടിപ്പോവുകയാണ്. ഇതേ ഞെട്ടൽ തന്നെയായിരുന്നു എനിക്ക് അവൾ പറഞ്ഞപ്പോഴും തോന്നിയത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം തോന്നുന്നു, അവിടെ ഒരുപാടധികം അവൾ പേടിച്ചത് കൊണ്ട് തന്നെ അവിടെ നടന്നുപോയ എല്ലാ കാര്യങ്ങളും അവൾ മറന്നുപോയി കാണും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവളോടൊരു നന്ദി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അവൾ കാരണമാണ് എനിക്ക് എൻ്റെ ശക്തി തിരിച്ചറിയാൻ സാധിച്ചത്. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഡീമിനെ കൊന്നു കളഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, കുട്ടികൾ എപ്പോഴും വളരെയധികം സെൽഫിഷ്. എന്നാൽ അവർ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡീമന്റെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. അന്ന് അവിടെ മാസ്റ്റർ വന്നതുകൊണ്ട് തന്നെയാണ് അവരെന്നെ വെറുതെ വിട്ടത്. എന്നാൽ അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഒരാളെ വിശ്വസിക്കാൻ പാടില്ല. ഇതിന്റെ കണ്ടപ്പരും എനിക്ക് ഒട്ടും വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ആളുകൾ എത്ര നല്ലതായിട്ട് അഭിനയിച്ചാലും ഒരു പ്രശ്നത്തിൽ പടം വരെ അവരുടെ ശരിക്കുള്ള സ്വഭാവം നോക്കാൻ സിറ്റുവേഷൻ വന്ന സമയത്ത് നീ പേടിച്ചോടാതെ, നിന്റെ ജീവന് വരെ അപകടമായിട്ട് പോലും നീ അവരെ രക്ഷിച്ചു. നിനക്കിത് സിമ്പിൾ ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എല്ലാ ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. ആൾക്കാരും അവരവരുടെ കാര്യമാണ് ആദ്യം നോക്കുന്നത്. സ്വന്തം ജീവൻ കളഞ്ഞിട്ടൊന്നും ആരെ രക്ഷിക്കാനൊന്നും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താൻജറോ നീ വളരെയധികം സ്പെഷ്യലാണ്. എനിക്ക് എൻ്റെ കണ്ണുകളും കൊണ്ട് കാണാൻ സാധിക്കും. അവരുടെ ഫ്യൂച്ചറിനെ ആലോചിച്ചാണ് ടെൻഷൻ ആകുന്നത്. ഹേ താൻജറോ, ഇന്നു മുതൽ നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം. അതുമാത്രമല്ല, നീ ഇനി ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള പാതയിൽ കൂടെ സഞ്ചരിക്കാൻ മാസ്റ്റർ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള പാതയിൽ കൂടെ സഞ്ചരിക്കത്തില്ല മാസ്റ്റർ എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗിയോമി പറയുകയാണ്, അങ്ങനെ നീ ഈ ട്രെയിനിങ്ങും പാസ്സായിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന താൻജറോ ഗെനിയനെ നമ്മുടെ ഇനോസ്കിനെയാണ്. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ സ്റ്റോൺ നാസറ അങ്ങേര് വേറെ ലെവൽ. എനിക്ക് പ്രത്യേകിച്ച് ടാലൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് എന്നെ സുഗൂക്കു ആക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഡീമൻസിനെ കഴിക്കുമെന്ന് അറിഞ്ഞ അങ്ങേര് എന്നെ സ്റ്റുഡൻ്റ് ആക്കി. അങ്ങനെ സ്റ്റോൺ നാസറ എന്നോട് ലേഡി ഷിബുവിൻ്റെ അടുത്ത് ചെക്കപ്പ് നടത്താൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എപ്പോഴൊക്കെ ചെക്കപ്പ് നടത്താൻ അവരുടെ അടുത്ത് പോയാലും അവരെപ്പോഴും എന്നെ വിചിത്രമായിട്ടാണ് നോക്കുന്നത്. നമ്മുടെ താൻജറോ പറയുകയാണ്, ഞാനും നിന്നെ പോലായിരുന്നെങ്കിൽ എന്നെയും എല്ലാ ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും നോക്കിക്കണ്ടതിനെ. ലേഡി ഷിബു ചിലപ്പോൾ നിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നത്. അത് ശരിയാണോ എന്ന് നമ്മുടെ ഗെന്നിയെ ചോദിക്കുന്നു. എന്നിട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, ഞാനിനി ഗിയുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്, എന്താ നീ വരുന്നോ? ഇല്ല, എന്നെ കൊണ്ട് വരാൻ സാധിക്കത്തില്ല. കാരണം എന്നെ കൊണ്ട് ആ കല്ല് മുഴുവനായിട്ട് നീക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് വേറെ ബ്രീത്തിങ് ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. ഇപ്പോഴാണ് ഇനോസ്കിക്ക് കാര്യം മനസ്സിലാകുന്നത്. നിനക്ക് ബ്രീത്തിങ് ടെക്നിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അയ്യേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അടിയാകുകയാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ ഇനോസ്കിയെ നൈസായിട്ട് പിടിച്ച് താഴെ വെച്ചിട്ട് അവന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് നിന്റെ ചേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഗെനിയോട് പറയുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പാറപ്പുറത്തിരിക്കുന്ന നമ്മുടെ സെനിറ്റ്സുവിനെയാണ്. സെനിറ്റ്സുവിന് ഫുഡും കൊണ്ട് നമ്മുടെ താൻജറോ അങ്ങോട്ട് വരികയാണ്. സെനിറ്റ്സു, നീ ഇതുവരെ ഈ പാറക്കല്ല് നീക്കിയില്ലേ? ഞാൻ എൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഓക്കെ എന്ന് നമ്മുടെ സെനിറ്റ്സു പറയുന്നു. സെനിറ്റ്സു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഇപ്പം എന്നോട് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ഓ എടാ, ഞാൻ സംസാരിക്കാത്തത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരുപാടധികം ടെൻഷനിലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആരോടും അങ്ങനെ സംസാരിക്കാത്തത്. സെനിറ്റ്സു, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വല്ലതും വേണോ? എന്തൊക്കെ വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം എന്ന് നമ്മുടെ താൻജറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സെനിറ്റ്സു പറയുകയാണ്, ഹേ താൻജറോ, നീ നല്ലവൻ തന്നെയാണ്. നീ നിന്റെ കാര്യങ്ങളൊക്കെ നീ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നീ എന്നോട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചില്ലായിരുന്നോ? എനിക്ക് പക്ഷേ ഒരു കാര്യം ചെയ്യണം. ഈ കാര്യം എനിക്ക് സ്വയമായിട്ട് തന്നെ ചെയ്യണമെന്ന് നമ്മുടെ സെനിറ്റ്സു പറയുന്നു. ഇപ്പോഴാണ് നമ്മുടെ സെനിറ്റ്സുവിന്റെ മോന്ത നമ്മളെ കാണിക്കുന്നത്. തലയിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ഒരുപാടധികം ചോര പോയിട്ടുണ്ട്. അവൻ ആ കത്ത് തുറന്ന് വായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്ര ദേഷ്യം വന്ന സെനിറ്റ്സുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് കാണാൻ വന്ന സെനിറ്റ്സു ഭയങ്കര ഫയർ ആയിരിക്കും. നമ്മുടെ താൻജറോ ആണെങ്കിൽ അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി അവിടെ നിന്ന് പോവുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ സെനിറ്റ്സുവിനെ കണ്ടിട്ടില്ല. വളരെയധികം സീരിയസ് ആയിട്ട് എന്തു പറ്റിയോ ആവോ. ഇപ്പോഴായിരുന്നു നമ്മുടെ താൻജറോ നെസ്കോനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇനി അവൾക്ക് ഇനി എന്ത് പറ്റിയോ, അവളിനി ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് മുന്നിലെത്തിയ നമ്മുടെ താൻജറോ ഒരുപാടധികം സൗണ്ട് കേൾക്കുന്നു. എന്താണ് ആ സൗണ്ട് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ഗിയും അതുപോലെ സെനമി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൻഡു ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനമി ആണെങ്കിൽ ഗിയുവിനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ നമ്മുടെ ഗിയു ആണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ പോലും അവന്റെ വാളിൽ ഒരു ചെറിയ പോറൽ വരികയാണ്. ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ് നമ്മുടെ താൻജറോ.
അത് വളരെയധികം സ്പീഡിൽ തന്നെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ താൻജോ ഇപ്പോൾ ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം സ്ലോ മോഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തോ പറഞ്ഞ് നിന്നെ ഞങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്നോ, നീ വളരെയധികം ഡിഫറെൻ്റ് ആണെന്നല്ലേ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജോ ചിന്തിക്കുകയാണ്, അയ്യോ അത് ഗിയു പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഗിയു ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സെനമിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ സെനമി അവിടെ നിന്ന് ചാടി മാറുകയാണ്. എന്നിട്ട് നമ്മുടെ ഗിയുവിനെ വിൻഡ് ബ്രീത്തിങ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഗിയു ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്തത് തടയാൻ ശ്രമിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുടെ സോഡും പൊട്ടിപ്പോവുകയാണ്. സോഡ് പൊട്ടിപ്പോയാൽ എന്താ, നമുക്ക് രണ്ടുപേർക്കും ഒരു കൈ ഉണ്ടല്ലോ, ഇനി ആ കൈ വെച്ച് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഫൈറ്റിന് വേണ്ടി സെനമി ഒഴുങ്ങുകയാണ്. അതേസമയം തന്നെ നമ്മുടെ താൻജോ ഓടി വന്നിട്ട് അത് തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ എന്തോ ഇവിടെ, നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ മുന്നിൽ വരാൻ പാടില്ലെന്ന്, എന്നിട്ട് നീ ഒരു സ്പൈയൊക്കെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ എന്നെ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഓ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഒഹായിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി തരാം. ഓഹ ഇത് പറയുന്നത് കഴിക്കുന്ന ഒരു ഫുഡാണ്, അത് ചുമന്ന കളറിൽ ഇരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സെനമിയാണെങ്കിൽ വളരെയധികം ടെൻഷൻ ആകും. എന്നെ കളിയാക്കാൻ നോക്കുവാണോ? ഓ അങ്ങനെയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒഹായിയുടെ വടം ഉണ്ടായിരുന്നു. സെനമി നിനക്കത് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇവൻ പറഞ്ഞത് ശരിയാണോ എന്ന് ഗിയു ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻജോ പറയുകയാണ്, എനിക്ക് എൻ്റെ അമ്മ പണ്ടുണ്ടാക്കി തരുമായിരുന്നു, അത് വളരെയധികം ടേസ്റ്റ് ആയിരുന്നു, അത് വളരെയധികം നല്ല രോഗായിയായിരുന്നു. എന്നാൽ സെനമിക്ക് ഇതൊക്കെ പറയുന്നത് അവനെ കളിയാക്കുന്നത് പോലെയാണ് തോന്നുന്നത്. നമ്മുടെ താൻജോയുടെ മോന്തക്കിടണം കൊടുക്കുകയാണ് നമ്മുടെ സെനമി. എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ സെനമി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ താൻജോ തറയിലും കിടക്കുകയായിരുന്നു. എവിടെയാണ് സെനമി? അവൻ ഇവിടെ നിന്ന് പോയി. അവൻ ഒരുപാടധികം ദേഷ്യത്തിലായിരുന്നു. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ എന്തിനാ വെറുതെ ഫൈറ്റ് ചെയ്തത്? ഓ അത് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്തതൊന്നുമല്ല, അത് ഹാഷ്ര ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്ക് ഹാഷ്രാസിനും ട്രെയിനിങ് വേണമല്ലോ, അതുകൊണ്ട് ഹാഷ്രാസ് തമ്മിലില്ല ഫൈറ്റ് ചെയ്തത്. ഓ അതുകൊണ്ടാണോ നിങ്ങൾ വുഡൻ സോഡ് വെച്ച് ഫൈറ്റ് ചെയ്തത്? ഓ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വെറുതെ നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കയറി ഒന്ന് ശല്യപ്പെടുത്തി, എന്നോട് ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല. സെനമി എപ്പോഴും വളരെയധികം ദേഷ്യത്തോടാണ് ഇരിക്കുന്നത്. അവൻ വളരെയധികം സീരിയസ് ആണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് അവൻ്റെ ഫേവറേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് മനസ്സിലാണ്. ഞാൻ അവനെ കാണാൻ നേരത്ത് അവന് ഞാൻ ആ ഫുഡ് മേടിച്ചു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആകുമെന്ന് നമ്മുടെ ഗിയു പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജോ പറയുകയാണ്, ഞാനും സെനമിക്ക് ഈ സെയിം സാധനം തന്നെ മേടിച്ചു കൊടുക്കുമെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഒരു കാക്ക ഇരിപ്പുണ്ടായിരുന്നു. വീണ്ടും അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതെ ആ മണ്ടന്മാരെന്ന് പറയുകയാണ് ആ കാക്ക. പിന്നീട് കാണിക്കുന്നത് സെനമിയാണ്. രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പിന്റെ മണ്ടയ്ക്ക് ഒന്ന് താരോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവന്മാരെ എന്താണ് ചെയ്യേണ്ടത്? ഒബനായും അതുപോലെ മുയിച്ചറോ ഒക്കെ എന്ത് ഇന്നും അവന്മാർ ട്രെയിനിങ്ങിന് വന്നില്ല. അവന്മാർ ട്രെയിനിങ്ങിന് വന്നാലും വലിയ കുണമൊന്നുമില്ല. ഞാൻ ആ താൻജോനെ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറകെ എന്തോ ഒരു സാധനം സെനമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. സെനമി അത് സ്പീഡിൽ തന്നെ കയറി പിടിക്കുകയാണ്. അമ്മയ്ക്ക് കളയുകയാണ് നമ്മുടെ സെനമി. എന്തോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് എന്തോ ഒരു തരത്തിലുള്ള ഒരു കണ്ണ് കാണുന്നത്. ഇതെന്തോ സാധനമാണ്. പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ സെനമിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, അത് ഡീമന്റെ കണ്ണായിരുന്നു. അവരെല്ലാവരും ഇവിടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ലേഡി അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ മാസ്റ്റർ ഉപയോഗിക്കേണ്ട അടുത്തോട്ടും ഒരാൾ നടന്നു വരുന്നു. ഗേറ്റും തുറന്ന് ഒരാൾ അതിൻ്റെ അകത്തോട്ട് നടന്നു വരുന്നു. വളരെയധികം പെതുക്കെ അയാൾ ഇങ്ങനെ നടന്നു വരികയാണ്. വയ്യാതെ കിടക്കുന്ന മാസ്റ്റർ ഉപയോഗിക്ക് ഈ കാര്യം മനസ്സിലാകുന്നു. മാസ്റ്റർ ഉപയോഗിക്ക് വയ്യാഞ്ഞിട്ട് പോലും അങ്ങോട്ട് തല തിരിച്ച് നോക്കുന്ന സമയത്ത് ഒരാൾ പിന്നെ നടന്നു വരുന്നു. അത് വേറെ ആരുമല്ല, ഡീമൻ കിങ് മൂസാൻ കിബിക്സുജി ആയിരുന്നു. അങ്ങനെ അയാൾ വളരെയധികം സ്ലോ മോഷനിൽ നമ്മുടെ മാസ്റ്റർ ഉപയോഗിക്കയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. മാസ്റ്ററിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന മൂസാൻ കിബിക്സുജിയെ നോക്കിയിട്ട് മാസ്റ്റർ പറയുകയാണ്, അങ്ങനെ നീ ഇവിടെ എത്തിയല്ലേ, നൈസ് ടു മീറ്റ് യു മൂസാൻ കിബിക്സുജി. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ വളരെയധികം മോശം അവസ്ഥയിലാണല്ലോ ഉപയോഗിക്ക്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4ന്റെ അകത്തിലെ 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഇനി ഈ സീസണിന്റെ അകത്തിൽ വെറും ഒരു എപ്പിസോഡും കൂടെ ഉള്ളൂ. ആ എപ്പിസോഡാണെങ്കിൽ 60 മിനിറ്റ് വരുന്ന എപ്പിസോഡാണ്. സോ ഞാൻ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഈ എപ്പിസോഡ് വരാൻ ഒരുപാടധികം ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ എനിക്ക് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് 1 വീക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. സോറി. ഇനി അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.